നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകളിലുണ്ടായ പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ചിലതിൽ ഭാഗിക ഇളവ് പ്രഖ്യാപിച്ച് അമേരിക്കൻ ട്രഷറി വകുപ്പ് 60 ദിവസത്തേക്കാണ് പ്രത്യേക ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ ശ്വാസമുട്ടുകയായിരുന്ന ഇറാന് ഒടുവിൽ അപ്രതീക്ഷിത ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടത്തിയ അതീവ രഹസ്യമായ സമാധാന ചർച്ചകൾ വിജയം കണ്ടതോടെ ഇറാന്റെ എണ്ണ കയറ്റുമതിക്ക് മേലുള്ള കടുത്ത ഉപരോധങ്ങളിൽ അമേരിക്ക ഭാഗിക ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇതോടെ ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ, മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനം, വിതരണം, വിൽപ്പന എന്നിവയ്ക്ക് താൽക്കാലിക അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഈ ഇളവ് ഓഗസ്റ്റ് 21 വരെയാണ് പ്രാബല്യത്തിലുണ്ടാവുക. നിലവിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉത്തര കൊറിയ, ക്യൂബ, റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഈ അനുമതി ബാധകമല്ല. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇറാനുമായുള്ള ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും ധാരണാപത്രത്തിലെ പല വ്യവസ്ഥകളും നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനും IAEA പരിശോധനാ സംഘത്തെ രാജ്യത്തേക്ക് അനുവദിക്കാനും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 60 ദിവസത്തേക്കുള്ള പ്രത്യേക അനുമതി ട്രഷറി വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നായിരുന്നു സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഇറാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം ഉപരോധ ഇളവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് വില 3.5% കുറഞ്ഞ് ബാരലിന് $77.7 ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനാ സംഘത്തെ വീണ്ടും പരിശോധനയ്ക്ക് അനുവദിക്കാൻ ഇറാൻ സമ്മതിച്ചായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. IAEA ചർച്ചകളിൽ ഇന്ന് തന്നെ ആരംഭിച്ചേക്കാമെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. IAEA പരിശോധനാ സംഘം ഇപ്പോൾ ഇറാനിലേക്ക് മടങ്ങിയെത്തുമെന്ന ചോദ്യത്തോടെയായിരുന്നു JD വാൻസിന്റെ പ്രതികരണം. കുറഞ്ഞത് ഈ ആഴ്ചയ്ക്കുള്ളിൽ നടപടികൾ ആരംഭിക്കും. IAEA ചർച്ചകൾ ഇന്നു തന്നെ ആരംഭിക്കാനും സാധ്യതയുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇറാനുമായുള്ള അന്തിമ കരാറിലേക്കുള്ള ആദ്യഘട്ട ചർച്ചകൾ മികച്ച പുരോഗതി കൈവരിച്ചതായും വാൻസ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനുള്ള ഏകോപന സംവിധാനവും ചർച്ചകളിൽ പ്രധാന വിഷയങ്ങളായിരുന്നുവെന്നും JD വാൻസ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരവും സിവിലിയൻ ആവശ്യങ്ങൾക്കുമുള്ളതാണെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ധാരണാപത്രത്തിൽ ഇറാന്റെ ഉയർന്ന തോതിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും IAEA മേൽനോട്ടവും പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നിരവധി രാജ്യങ്ങളും IAEA ഇതിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. സ്വിറ്റ്സർലൻഡിലെ ബുഗൻസ്റ്റോക്കിൽ വെച്ച് നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ പ്രതിനിധി സംഘം തൽക്കാലം അടങ്ങിയെങ്കിലും സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ അവിടെ തുടരുകയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന ഈ പുതിയ തന്ത്രപരമായ സഖ്യത്തിന്റെയും വരാനിരിക്കുന്ന കാര്യങ്ങളിൽ ലോകത്തിന് വലിയ ആകാംക്ഷയുണ്ട്.